താനായിരുന്നു ക്ലൈൻ്റ് ഒന്നും അറിഞ്ഞില്ല. എൻ്റെ വേറെ കൊളീഗിനെ വിട്ടേനെ. പേര് കണ്ടപ്പം ഓർത്തില്ലേ? അങ്ങനെ ഓർക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ നടന്നത്. എടോ അന്ന് അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയത്. എത്ര ഈസി അല്ലേ? കല്യാണത്തലേന്ന് പെണ്ണ് ഒളിച്ചോടി. സോഷ്യൽ മീഡിയ ഇതൊക്കെ കാണുമ്പോൾ ഒരു സാധാരണ സബ്ജക്റ്റ് ആയിരുന്നു ഒരു കൊല്ലത്തിന് മുന്നേ വരെ. എടോ എനിക്ക് രാഹുലിനെ മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാ ഞാൻ പറ്റിപ്പോയി. പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നോട് ഞാൻ ചോദിച്ചതല്ലേ തനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയെന്ന്. അത് അച്ഛൻ പറഞ്ഞു കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്നെ ക്യാൻറ്റേക്ക് വിടുമെന്ന്. പിന്നെ രാഹുലും പറഞ്ഞു ഇപ്പം ആരോടും ഒന്നും പറയണ്ടാന്ന്. തൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എങ്ങനെ? സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ വിഷമം കാണാത്ത തനിക്കാ എവിടെയെങ്കിലും താലിയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ്. 6 മാസം കഴിഞ്ഞപ്പം പോയി വേറെ കല്യാണം കഴിച്ചു. ഓ, ഇപ്പം ചേച്ചിയുടെ വീട്ടിലാണ്. അവരെ ഒരുപാടിട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ, അതായി ഈ ജോബ് നോക്കുന്നത്. ഈ ഫോം പൂരിപ്പിച്ച് ഓഫീസിൽ കൊടുത്താൽ മതി. രാവിലെ തന്നെ വിളിച്ച് അയക്കുന്നുണ്ടല്ലോ, അവളെല്ലാം ശരിയാക്കി തരും. ശരി.